അഖിലേന്ത്യാ അഖാര പരിഷത്ത് ഔദ്യോഗികമായി ഈ മാസം 13-നാണ് കുംഭമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പക്ഷേ അവിടേക്ക് മുസ്ലിങ്ങൾ വരാൻ പാടില്ല. അഖാര പരിഷത്ത് എന്ന് പറയുന്നത് അഖാടകളുടെ ഒരു കോർഡിനേഷനാണ്. വേണമെങ്കിൽ ഹിന്ദു സന്യാസിമാരുടെ ഒരു അപ്പക്സ് ബോഡി, പരമോന്നത ബോഡി എന്ന് പറയാം. അവരിപ്പോൾ അവർ വരാൻ പാടില്ല എന്നാരും പറഞ്ഞില്ല. അവരുടെ ആവശ്യമാണ്. അവർ യോഗി ആദിത്യനാഥിനോട് ആവശ്യപ്പെട്ടു, മുസ്ലിമുകളെ കുംഭമേള നടക്കുന്ന പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുത്. സ്വാഭാവികമായും അഖാഡ പരിഷത്തുകൾ എന്ന് പറഞ്ഞാൽ അഖാഡ പരിഷത്ത് അതിശക്തമായ സ്വാധീനമുള്ള ഒരു സംഘടനയാണ്. കേരളത്തിലിരിക്കുന്നവർക്ക് അറിയത്തില്ല അഖാര അല്ലെങ്കിൽ അഖാഡ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതൊരു സുപ്രീം പവറുള്ള ഒരു സന്യാസ സഭയാണ്. അവർ വിചാരിച്ചാൽ എന്ത് നടക്കും. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇന്നലെ ആജ് തക് TV-യിൽ യോഗിയുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ നടത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകൻ യോഗി ആദിത്യനാഥിനോട് ചോദിച്ചു, അഖിൽ ഭാരത അഖാര രണ്ടും ശരിയാണ്, ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ, എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ കുംഭമേള എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ പവിത്രമായ ഒരു ആചാരമാണ്. അതെ, പവിത്രമായ 3 നദികളുടെ സംഗമ സ്ഥാനത്ത് പ്രയാഗ്രാജിൽ കോടിക്കണക്കിന് 40 കോടി ആളുകളെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളുകൾ പറഞ്ഞത് തള്ളേ 40 കോടി ഇത്തിരി കുറയ്ക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുൻ വീഡിയോകളുടെ താഴെ വന്നിട്ട് ചില ആൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. വിവരദോഷികളോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനു മുമ്പത്തെ കുംഭമേളകളിൽ എത്ര പേർ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാം. കുംഭമേളയ്ക്ക് എത്രയും ആളുകൾ വരുന്നുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാനും ഉൾക്കൊള്ളാനുമുള്ള വിവേകവും തിരിച്ചറിവും മാത്രം പോരാ, മനസ്സാന്നിധ്യവും ഇല്ലാത്ത ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. 40 കോടി ആളുകൾ വരുമെന്നുള്ളത് ഔദ്യോഗിക കണക്കാണ്, നമ്മളുണ്ടാക്കിയ കണക്കല്ല. അതുകൊണ്ട് അത് കുറയ്ക്കാൻ പറ്റത്തില്ല, സൗകര്യമില്ല കുറയ്ക്കാൻ. അങ്ങനെയുള്ള സംശയമുള്ള ആളുകൾ കാണണ്ട വീഡിയോ. കാരണം നമ്മൾ പറയുന്ന കണക്കുകൾ ഒഫീഷ്യൽ ഡാറ്റ വെച്ചിട്ട് പറയുന്നതാണ്. ഇവിടെ വന്നിട്ട് ചുമ്മാ ഗീർവാൺ അടിക്കുന്ന പരിപാടി നമുക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും തള്ളാണ്, ഗ്യാസാണെന്നുള്ളത്. നിങ്ങൾ ഏതെങ്കിലും നമ്മൾ പറയുന്ന ഒരു സാധനം, ഒരു വിഷയം വസ്തുതാപരമായി ഡാറ്റ പ്രകാരം തെറ്റാണെന്ന് പറയും. നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ നാക്കുപിഴ സംഭവിക്കാറുണ്ട് കേട്ടോ. അത് മനുഷ്യനാണല്ലോ, സ്വാഭാവികമായി സംഭവിക്കും. പിന്നെ നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുമ്പം ഒരു വീഡിയോകൾ കാണുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ, ഇത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല. ചിലരുടെ ധാരണയുണ്ട് നമ്മൾ സ്ക്രിപ്റ്റഡ്, TGയും ഞാനും തമ്മിൽ ഇരിക്കുന്നത് ഒക്കെ നിങ്ങൾ എഴുതി തയ്യാറാക്കിയതാണ്. ഒന്നുമല്ല സാർ. നമ്മളവിടെ ഇരുന്നിട്ട് നമ്മൾ ഈ മേശയ്ക്ക് അപ്പുറത്തും ഇരിക്കുന്നു, നമ്മളൊരു വിഷയം എടുക്കുന്നു, ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ ചിലരുടെ ധാരണ ഇത് ഇൻ്റർവ്യൂ ആണ്, ഇൻ്റർവ്യൂവിനിടയ്ക്ക് ഒരു സംസാരിക്കാൻ പാടില്ല. ആര് പറഞ്ഞു ഇത് ഇൻ്റർവ്യൂ ആണ്? ഇതിൻ്റെ പേര് ABC ടോക്ക് എന്നാണ്. ഇത് ഇൻ്റർവ്യൂ അല്ല. ഇൻ്റർവ്യൂ കാണാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ പ്രേക്ഷകർ. 2 ആളുകൾ ഇരുന്ന് ഒരു വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിരന്തരം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? ഇൻ്റർവ്യൂ 2 പേരുടെ സ്വാഭാവിക സംഭാഷണമാണ്. നമ്മളിപ്പോൾ ഈ ഫലപ്രദമായി നടത്തിയിരിക്കുന്ന നമ്മൾ ആണ് ഇത്രയും ഇൻറ്റൻസീവായിട്ട് ന്യൂസ് ആൻഡ് വ്യൂസ് ഒരു വാർത്ത സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ ഒരു വാർത്തയില്ല. മറ്റെല്ലാ ചാനലുകളിലും വാർത്ത കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ വാർത്ത കാണിക്കുന്നില്ല. വിശകലനം മാത്രമേ ഉള്ളൂ. സംഭവം എല്ലാം എടുക്കുന്നുമില്ല. ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും ABC മലയാളത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നമ്മുടെ ചാനലിൽ പ്രധാനമായും വരുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ മുക്കിക്കളയുന്ന, അല്ലേ, എന്നാൽ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതും മുക്കിക്കളയുകയും വളച്ചൊടിക്കുകയും ചെയ്ത വാർത്തകൾ അതിൻ്റെ സത്യസന്ധമായി നേരായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ പറയും, നീയൊക്കെ കള്ളം പറയുകയാണ്, വേറെ ഒരു പത്രത്തിലും ഇല്ല. യെസ് സാർ, വേറെ പത്രത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇത് പറയാൻ ഞങ്ങളുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. ഞങ്ങളും കൂടെ ഇത് പറയാതിരിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഖേദിക്കുകയുള്ളൂ. കാരണം ഞങ്ങളിപ്പോൾ ഹിന്ദി തുടങ്ങിയിട്ടുണ്ട്. ABC ഹിന്ദി ചാനൽ ആരംഭിച്ചു, ട്രയൽ പോകുന്നുണ്ട്. നമ്മൾ തമിഴിലേക്ക് വരികയാണ്, കന്നഡ വരുന്നുണ്ട്. നമ്മൾ ഒരു റിയൽ നാഷണൽ ചാനലായിട്ട് ABC മാറുകയാണ്. നിങ്ങളുടെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നിസ്സീമമായ സഹകരണം കൊണ്ടാണ് നമ്മൾ ആ തരത്തിലേക്ക് മാറുന്നത്. നിങ്ങളുടെ പിന്തുണ, നിങ്ങൾ കൂടെയുണ്ട് എന്നുള്ള കേവല വിശ്വാസം മാത്രമാണ് നമ്മുടെ കരുത്ത്. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക മാത്രമല്ല, ഞാൻ മുമ്പൊക്കെ പറയുമായിരുന്നു, ഇടയ്ക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് വീഡിയോയ്ക്കൊന്ന് ലൈക്ക് അടിക്കുക, ഒപ്പം നമ്മുടെ പേജിൽ യൂട്യൂബിൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ട് ഒന്ന് സബ്സ്ക്രൈബും ചെയ്താൽ അതാണ് നമുക്കുള്ള പിന്തുണ. കുറച്ചായിട്ട് ആളുകളത് ചെയ്യുന്നില്ല. പിന്നെ ഒരു അപേക്ഷ കൂടി ഉള്ളത്, നമ്മുടെ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത്
ആളുകൾക്ക് അയച്ചു കൊടുക്കരുത്, ലിങ്ക് അയച്ചു കൊടുക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ യോഗി ആദിത്യനാഥിനോട് ആജ് തക്കിൽ ഈ ചോദ്യം വന്നു. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് പറഞ്ഞു വന്നത് അതിന് ഉത്തരം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് മനഃപൂർവ്വം വഴിതെറ്റിപ്പോയത്. അറിയാതെ പോയതല്ല, മനഃപൂർവ്വം ഇത് പറയാൻ വേണ്ടി വഴിതെറ്റിപ്പോയത്. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ, എന്നോട് ക്ഷമിക്കുക. അത് നമുക്ക് പറയേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ആണല്ലോ ഹിന്ദുക്കളുടെ പുണ്യ സങ്കേതമാണ് പുണ്യസ്നാനത്തിന്, ഷഹീസ്നാനാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അവിടെ പോയി പവിത്രമായ നദീസംഗമത്തിൽ സ്നാനം ചെയ്ത് തിരിച്ചു പോവാം. ശരി, അവിടെ മുസ്ലിമിന് എന്താ കാര്യം? മുസ്ലിമുകളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ച് ഇതര മതങ്ങളുടെ ആരാധന സ്ഥലത്ത് പോകുന്നത്, അതിനെ സഹായിക്കുന്നത്, എന്തിനും ഒരു ഉത്സവം നടത്താൻ പിരിവ് കൊടുക്കുന്നത് പോലും ഷിർക്കാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ട്. അതെ, ഓണസദ്യ ഉണ്ണുന്നത്, പൂക്കളം ഇടുന്നത്, ക്രിസ്മസ് ആഘോഷിക്കുന്നത്, കേക്ക് മുറിക്കുന്നത്, പുൽക്കൂടുണ്ടാക്കുന്നത്, ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഷിർക്കാണ്. അങ്ങനെ ഉണ്ട്. എന്തിനാണ് സാർ നിങ്ങൾ അവിടെ പോകുന്നത്? അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി കച്ചവടം നടത്തണം, 40 കോടി ആളുകൾ വരുന്നില്ലേ, ഞങ്ങൾക്ക് കുറച്ച് കട തുടങ്ങണം. ശരി സാർ, നിങ്ങൾ കട തുടങ്ങുമ്പോൾ നിങ്ങൾ ഹലാലായ ഭക്ഷണം മാത്രമല്ലേ കൊടുക്കുള്ളൂ? ഹലാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഭക്ഷണം ഉണ്ടാക്കും മുമ്പ് നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളുടെ മന്ത്രങ്ങളൊക്കെ നിങ്ങളുടെ വിശ്വാസപ്രകാരം തയ്യാറാക്കുന്നതല്ലേ ഹലാൽ? അല്ലേ? ഹലാൽ ഈസ് റിലേറ്റഡ് വിത്ത് ബിലീഫാണ്, അല്ലേ? അതെ, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഹലാൽ ഭക്ഷണം. അപ്പോൾ നിങ്ങൾക്ക് ശബരിമലയിലെ അരവണ കൊണ്ട് തന്നാൽ നിങ്ങൾ കഴിക്കുമോ? ഇല്ല, കാരണം അത് ഹിന്ദുവിൻ്റെ വിശ്വാസം അനുസരിച്ച് ഉണ്ടാക്കിയതാണ്, നിങ്ങൾക്ക് ഹറാമാണ്. ആണല്ലോ? അതെ. നിങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കുമോ? ഇല്ല, കാരണം അത് ഹിന്ദുവിൻ്റെ വിശ്വാസപ്രകാരം ഉണ്ടാക്കിയതാണ്, അത് ഹറാമാണ്. അപ്പോൾ ഹിന്ദു അവൻ്റെ വിശ്വാസപ്രകാരം ഉണ്ടാക്കിയത് ഹിന്ദുവിൻ്റെ ഹലാലാണ്, അല്ലേ? ശബരിമല ഹിന്ദുവിലെ അരവണ ഹിന്ദുവിൻ്റെ ഹലാൽ വിശ്വാസപ്രകാരം, അവൻ്റെ വിശ്വാസപ്രകാരം ഉണ്ടാക്കിയതാണ്. അത് നിങ്ങൾക്ക് കഴിച്ച ഹറാമാണെങ്കിൽ നിങ്ങൾ ഹലാലായിട്ടുണ്ടാക്കുന്നത് ഹിന്ദുക്കൾ കഴിച്ചാൽ അവർക്ക് ഹറാമല്ലേ? അത് പറ്റത്തില്ല. ഞങ്ങളുടേത് നിങ്ങളെല്ലാം കഴിക്കണം, നിങ്ങളുടേത് ഞങ്ങൾ കഴിക്കില്ല. അത് പൂച്ചാക്ക പാലത്തിന് കീഴെ പറഞ്ഞാൽ മതി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അവനോട് പറയും അവൻ വർഗീയവാദിയാണ്. ഇതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളവിടെ ഹോട്ടൽ തുടങ്ങിയാൽ നിങ്ങൾ ഹലാൽ ഭക്ഷണം കൊടുത്താൽ ആ കുംഭമേളയ്ക്ക് വരുന്നവർക്ക് അത് അവരുടെ വിശ്വാസത്തിൻ്റെ ലംഘനമാണ്. അപ്പോൾ എന്തു ചെയ്യും? അവരത് കഴിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ ഉള്ളി പോലും കഴിക്കാത്ത ആളുകളുണ്ട്. നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണസ്ഥാനത്തിൽ ഉള്ളി കൊടുത്താൽ അവർക്ക് അവരുടെ വിശ്വാസലംഘനം വരും, മൃതലംഘനം വരും. അവർ കയറി ചിലപ്പോൾ നിങ്ങളെ തല്ലും. ഉടനെ നിങ്ങൾ ഇരവാദം പറയും, ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും. രാജ്യത്ത് മുഴുവൻ വാർത്ത വരും, അല്ല കുംഭമേളയ്ക്ക് വന്നവർ പാവപ്പെട്ട ന്യൂനപക്ഷക്കാരനെ ആക്രമിച്ചു, വാർത്ത ഉണ്ടാവും, യോഗിക്ക് പണിയാവും. ഇവിടുത്തെ കേരളത്തിൽ ചർച്ച നടത്തി ചാനൽ ജഡ്ജിമാർ യോഗി ആദിത്യനാഥിനെ നാട് കടത്താൻ വിധിക്കും. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അങ്ങോട്ട് പോയിരുന്ന പോരെ. ഇതാണ് എനിക്ക് തോന്നുന്നു ഉത്തരവ്. പക്ഷേ യോഗി പറഞ്ഞത് അങ്ങനെയല്ല. യോഗി പറഞ്ഞു, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരുപാട് നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല, ഈ ഇസ്ലാമിക മതം ഉണ്ടായിട്ട് എത്ര നൂറ്റാണ്ടായെന്ന് നമുക്കറിയാം. കാലങ്ങൾക്ക് മുമ്പ് മതം മാറി പോയിട്ടുണ്ട് അവർ. പക്ഷേ എന്നാൽ പോലും അവർ ഭാരതീയ പാരമ്പര്യങ്ങളെ അംഗീകരിക്കുന്ന കുറച്ച് പേർ അവരിലുണ്ട്. അവരെന്ത് ചെയ്യും? അവരുടെ ഗോത്രമൊക്കെ ഋഷി പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് അവർ അഭിമാനിക്കുന്നു. മതം മാറി ഇസ്ലാം ആയെങ്കിലും അവർ ഞങ്ങളുടെ പാരമ്പര്യം ഹിന്ദു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങളൊക്കെ പൂർവികന്മാർ ഹിന്ദുക്കളാണ് എന്ന് അഭിമാനിക്കുന്നവരാണ്. അവരെന്ത് ചെയ്യും? അവർ ഹോളി വരുമ്പോൾ ആഘോഷിക്കും, ശ്രീരാമനവമി വരുമ്പോൾ അവർക്ക് സന്തോഷമാണ്, അവർ ഇന്ത്യയിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കുംഭമേളയ്ക്ക് വരാം, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ക്ലിയറായല്ലോ? അതെ. എന്താ ക്ലിയറായത്? സുഡാപ്പി നീ വരണ്ട. അതെ, അതാണ് സിമ്പിളായിട്ടല്ലേ? സിമ്പിളായിട്ട് സുഡാപ്പി നീ വരണ്ട. ഞങ്ങളൊക്കെ ഹിന്ദുക്കളായിരുന്നു, പണ്ട് ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു. ഞങ്ങളുടെ വിഷുവും ഓണവും ദീപാവലിയൊക്കെ എൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ ആഘോഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനതിനെ ശത്രുതാഭാവത്തിൽ കാണണ്ട. അത് നമ്മുടെ ആഘോഷമാണ്, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ, എൻ്റെ പൂർവികന്മാരുടെ ആഘോഷങ്ങളായിരുന്നു ഇത്. അതുകൊണ്ട് ഞാനതിനെ എതിർക്കണ്ട, അത് നടക്കട്ടെ. ദീപാവലിക്കൊരു ദീപാവലി സ്വീറ്റ്സ് ഞാനും കഴിക്കാം, ഒരു ദീപം വേണം ഞാനും കൊളുത്താം എന്ന് കരുതുന്ന ചിന്താഗതിക്കാരുണ്ടെങ്കിൽ യു ആർ വെൽക്കം. അല്ലെങ്കിലോ നീ വരണ്ട. സിമ്പിൾ. വളരെ തത്വചിന്താപരമായി ക്ലാസിക്കായിട്ട് വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ യോഗി പറഞ്ഞു. ഞങ്ങളെ അടുപ്പ് കൂട്ടി ചർച്ച വേണം കേട്ടോ, അങ്ങോട്ട് സുഡാപ്പി വരണ്ട എന്ന് ഇവർ പറഞ്ഞു. കാരണം മതേതരത്വം സംരക്ഷിക്കാൻ ഹിന്ദുവിൻ്റെ ആഘോഷം നടക്കുമ്പോൾ കുത്തിക്കറി വരണമല്ലോ, അന്ന് തലമുണ്ടാക്കിയിട്ട് നിലവിളിക്കണമല്ലോ.
ന്യൂനപക്ഷ പീഡനം. അപ്പോൾ വളരെ പിന്നെ എന്നാൽ തീർന്നില്ല. വിനാശകരമായ ചിന്തയുമായി ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ, അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഇംഗ്ലീഷിലാണ് ട്രാൻസ്ലേഷൻ, ഡെൻറ്റിനും റീപെയിൻറ്റിനുമുള്ള സംവിധാനങ്ങൾ കൂടെ നോക്കിയിട്ട് വരണം. ഡെൻറ്റ് എന്ന് പറഞ്ഞാൽ ചളുങ്ങും. വണ്ടികൾ ഡെൻറ്റ് ചെയ്യുക വെച്ചാൽ ചളുങ്ങുമല്ലോ. അതെ അതെ. ചളുക്കം മാറ്റുമ്പോൾ പെയിൻ്റ് അടിക്കേണ്ടി വരും, തൊലിയൊക്കെ പോകും. അതുകൊണ്ട് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ചിന്താഗതിയും കൊണ്ട് ആരെങ്കിലും കുംഭമേളയ്ക്ക് വന്നാൽ നിന്നെ വർക്ക്ഷോപ്പിൽ കയറ്റി അറ്റകുറ്റപ്പടി ചെയ്യേണ്ടി വരും. ക്ലിയറാണേ? അതെ, ക്ലിയറാണേ. പിന്നെ ചോദിച്ചു, ഈ ബേട്ടെങ്കോ തോ കാട്ടെങ്കെ, നമ്മൾ ഭിന്നിച്ചു പോയാൽ നമ്മുടെ കഴുത്ത് മുറിക്കും. യോഗിയുടെ മുദ്രാവാക്യമാണ്. ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് നിന്നാലേ രക്ഷയുള്ളൂ. വിഭജിച്ചു നിന്നാൽ, വിഘടിച്ച് നിന്നാൽ കഴുത്ത് മുറിച്ച് കളയും, കണ്ടിച്ച് കളയും എന്ന് അവർ ആരെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എന്നൊരു മുദ്രാവാക്യമുണ്ടല്ലോ, അതേക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ആജ് തക്ക് യോഗിയോട് ചോദിച്ചു. അപ്പോൾ ഇന്നലെ 2 പ്രധാനപ്പെട്ട അഭിമുഖങ്ങൾ രണ്ടിടത്ത് വന്നു. ഒന്നൊരു പോഡ്കാസ്റ്റ് ഓൺലൈൻ ചാനലിൽ മോദിയുടെ വന്നു, ആജ് തക്കിൽ യോഗിയുടെ വന്നു. അതിനകത്ത് പറയുകയാണ്, ജാതി, മതം, ഭാഷ ഇവയുടെ അടിസ്ഥാനത്തിൽ വിഭജനം ലക്ഷ്യമിടുന്നവർ ഈ രാജ്യത്തെ ശത്രുക്കളാണ്. അവർ വിദേശ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകൾ ഇവിടെയുണ്ട്. ആരെ ഉദ്ദേശിച്ച്? സോറോസിൻ്റെ ഫണ്ട് വാങ്ങിച്ചത് അറിയാമല്ലോ. യോഗി അതാണ് പറയുന്നത്. അങ്ങനെയുള്ള പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതേ ചിന്താഗതിക്കാരാണ് നമ്മുടെ ഭരണഘടനയിൽ സെക്കുലർ, സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ, ഭരണഘടനയിലില്ലാത്ത പദങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച കൂടാതെ കുത്തിക്കയറ്റി ഭരണഘടനയെ അപമാനിച്ചത്. ഇവരൊക്കെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്. എന്നിട്ട് യോഗി ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. നമ്മുടെ രാജ്യത്തു നിന്ന് വിദേശത്ത് പോകുന്ന ആളുകളുണ്ട്. അവരെന്ത് ചെയ്യും? അവർ വിദേശത്ത് നിന്ന് അവിടുത്തെ നിയമം അനുസരിക്കും, അവിടുത്തെ ആചാരങ്ങളെ മാനിക്കും. ഇത്രയും പറഞ്ഞിട്ട് ചോദിച്ചു, ഇവിടുന്ന് ഇസ്ലാമിക രാജ്യത്തേക്ക് പോകുന്നവരുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ ചില ചേട്ടന്മാരോട് കേൾക്കാനാണ് പറയണത്. ഇവിടെ നിന്ന് ഇസ്ലാമിക രാജ്യത്തേക്ക് പോകുന്ന ആളുകളുണ്ട്. അവിടെ ചെന്നാൽ അവിടുത്തെ എല്ലാ നിയമവും അനുസരിക്കും അല്ലേ? വരവണ്ണം വ്യത്യാസം. അവിടുത്തെ സൗദി അറേബ്യയിലാണേലും ദുബായിലാണേലും യു എയിൽ എവിടെയാണെങ്കിലും അവിടുത്തെ ഒരു UAE സിറ്റിസൺ അവിടുത്തെ നിയമം അനുശാസിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഇന്ത്യക്കാരന് മറ്റൊരു കേരളത്തിലെ ആളുള്ള കാര്യമാണ് പറയണത്. കേരളീയർ അനുസരിക്കും. അവിടുത്തെ ഒരു ഉത്സവം നടക്കും, പിന്നെ അവിടുത്തെ പെരുന്നാൾ വരുമ്പോഴത്തേക്ക് മാറിയിരുന്ന അതിനെ കളിയാക്കുമോ? ഇല്ലല്ലോ, ഇല്ല. എന്നാൽ ഇവിടെ അവിടെ ചെന്നാൽ നിങ്ങൾ അവിടുത്തെയാണെന്ന് പറയും, എന്നെ പോറ്റമ്മയാണെന്നൊക്കെ പറയും, പെറ്റമ്മയേക്കാൾ വലുതെൻ്റെ പോറ്റമ്മയാണെന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ നാട്ടിലെ ഉത്സവങ്ങളെ, ആഘോഷങ്ങളെ അപമാനിക്കും. അത് പ്രതിപക്ഷം മാത്രമല്ല ചെയ്യുന്നത്, ഇവിടുത്തെ ചില ആളുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ള വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി സഹായിക്കുന്നത്. ഇപ്പം വിദേശത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടെ വിദേശത്തുള്ളവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പരമപുച്ഛമാണ്. ഇതാണൊരു മഹാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നുണ്ടായിരുന്നു. അതായത് സൗദി അറേബ്യയിലുണ്ട് മിലാഷ് കോള, ഒരു കോള ഉണ്ടാക്കി. കൊക്കക്കോളയ്ക്ക് ബദലായിട്ട് മിലാഷോ എന്താണ്, ഞാൻ എൻ്റെ പേര് നമ്മൾ കുടിക്കാനൊന്നും പോകണില്ല, ഒരു കോള ഉണ്ടാക്കി. ഒരു രാജ്യം ഒരു കോള ഉണ്ടാക്കി. അതിനിപ്പോൾ എന്താ? സൗദി അറേബ്യയോ UAE ഒക്കെ രാജ്യങ്ങൾ അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ വാങ്ങുന്നുണ്ട്. നമ്മൾ UAE പോകുമ്പോൾ UAEയുടെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. ഒരാൾ മലയാളി ഇട്ടിരിക്കും, കണ്ടില്ലേടാ ഇവരിങ്ങനെ കോള വരെ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും ചാണകത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പുള്ളി പ്രൗഡ് UAE-കാരനാണ്, അഭിമാനിയായ ഒരു അറബി രാജ്യത്തിൻ്റെ ഒരു നേട്ടത്തിൽ അഭിമാനിക്കുന്നതാണ്. കൊള്ളാം. നമ്മുടെ നാടിനെക്കുറിച്ച് പുച്ഛിക്കുകയാണ്. എൻ്റെ പൊന്ന് സാറേ, ലോകം മുഴുവൻ കോവിഡ് വന്ന് കിടന്നപ്പോൾ ഈ പറയുന്ന നാടുകളിൽ ഉൾപ്പെടെ 130 രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ കൊടുത്തത് ഈ ചാണകം ഉണ്ടാക്കുന്ന രാജ്യമാണ്. കോള കുടിച്ചാൽ മാറത്തില്ലായിരുന്നു. അത് മറന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ അതാണ് യോഗി പറഞ്ഞത്, എന്ത്? അവിടെ ചെന്നാൽ അവിടുത്തെ എല്ലാ ആചാരങ്ങളെയും അവിടുത്തെക്കാൾ നന്നായിട്ട് അംഗീകരിക്കും, നിയമം പാലിക്കും. ഇവിടെ വരുമ്പോൾ അവൻ്റെ തനിക്കുണം മാറും. ആ പരിപാടി നടക്കത്തില്ല. അതും കൊണ്ട് കുംഭമേളയ്ക്ക് വന്നാൽ വർക്ക്ഷോപ്പിൽ കയറ്റി അറ്റകുറ്റപ്പണി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പൊളിച്ച് കളയേണ്ടി വരും. ചില വണ്ടി പിന്നെ ഓടാതെ വന്നാൽ എന്ത് ചെയ്യും? ആക്രി വിലയ്ക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ചോദ്യം അദ്ദേഹത്തോട് വന്നത്, ഈ കുംഭമേള നടക്കുന്ന സ്ഥലം പ്രയാഗ്രാജും കാശിയും വഖഫിൻ്റെ ആണെന്ന് ചില ആളുകൾ ഇപ്പോൾ അവകാശം ഉന്നയിക്കുന്നുണ്ടല്ലോ എന്ന് ആജ് തക്ക് യോഗിയോട് ചോദിച്ചു. അതിൻ്റെ
വളരെ ലളിതമായൊരു മറുപടിയാണ്. പക്ഷേ ആ മറുപടി എനിക്കത്ര നിസ്സാരമായിട്ട് തോന്നിയില്ല. ഞാൻ സിനിമയുടെ ഷൂട്ടിന് മുമ്പ് പറഞ്ഞില്ലേ, നമ്മുടെ സബ്ജക്റ്റ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ വേണോ അതോ വക്കഫിനെ കുറിച്ച് പറഞ്ഞത് വെച്ച് തുടങ്ങണമെന്ന് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം നമ്മൾ പക്ഷേ വക്കഫ് നമ്മൾ 2-3 ദിവസമായിട്ട് യോഗി പറയുമ്പോൾ റിപ്പറ്റീഷനായിട്ട് ആളുകൾക്ക് തോന്നുമെന്നതുകൊണ്ട് അത് ടൈറ്റിലിടണ്ട, നമുക്ക് കൂട്ടത്തിൽ പിന്നീട് അവസാനം പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം യോഗിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ ആജ്തക്കിൻ്റെ വന്നിട്ടുണ്ട്. അതിനകത്ത് യോഗി വഖഫ് ബോർഡിനെ ബോർഡ് ഓഫ് എൻക്രോച്ചേഴ്സ്, കയ്യേറ്റക്കാരുടെ ബോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, അത് മാത്രമല്ല, വഖഫ് വാസ് എ ബോർഡ് ഓഫ് എൻക്രോച്ചേഴ്സ്. വഖഫ് എൻക്രോച്ചേഴ്സിൻ്റെ, അതായത് നുഴഞ്ഞു കയറ്റക്കാരുടെ, കയ്യേറ്റക്കാരുടെ ഒരു ബോർഡ് ആയിരുന്നു. വാസ് എന്ന് പ്രയോഗിച്ചു. 2 തരത്തിൽ. ഈസ് എന്നല്ല, വഖഫ് ഈസ് എ ബോർഡ് ഓഫ് എൻക്രോച്ചേഴ്സ് എന്നല്ല യോഗി പറഞ്ഞ. വഖഫ് വാസ് എ ബോർഡ് ഓഫ് എൻക്രോച്ചേഴ്സ്. വാസ് പാസ്റ്റ് ടെൻസ് ആണ്. എന്തുകൊണ്ട് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു? രണ്ട് സാധ്യതകൾ. ഒന്ന്, യോഗി തീരുമാനിച്ചു ഇനി വഖഫ് ബോർഡ് ഇല്ല, അല്ലേ? അതെ, ആയിരുന്നു, കയ്യേറ്റക്കാരുടെ ബോർഡായിരുന്നു, ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല. അല്ലെങ്കിൽ വഖഫ് കയ്യേറ്റക്കാരുടെ ബോർഡായിരുന്നു, ഇനി അത് അങ്ങനെ ആയിരിക്കത്തില്ല. ഈ 2 സാധ്യതയല്ലേ ഉള്ളൂ. രണ്ടും വ്യാഖ്യാനിക്കാം. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ അങ്ങനെ ആയിരുന്നു എന്ന് പറയുകയും അതിൻ്റെ ട്രാൻസ്ലേഷൻ വാസ് വെച്ച് വരികയും ചെയ്തപ്പോൾ നോക്കൂ, വഖഫിനെ നിഷ്പ്രഭമാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യാജരേഖ ഉണ്ടാക്കി വഖഫ് അവകാശവാദം ഉന്നയിച്ചപ്പോൾ സമ്പൽ ആ വഖഫ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാൻ പറഞ്ഞു. വഖഫിൻ്റെ ഭൂമി ഇളക്കാൻ പറഞ്ഞു. ഉദയപ്രതാപ് കോളേജിൻ്റെ കേസിൽ വഖഫ് 500 ഏക്കറുള്ള ഭൂമി പിടിച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് സമരം നടത്തി. പിറ്റേ ദിവസം വഖഫ് ബോർഡിന് പറഞ്ഞു പിൻവലിക്കടാ നിൻ്റെ ക്ലെയിം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അല്ലേ, ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് 500 ഏക്കർ കോളേജിൻ്റെ അവകാശം പിടിച്ചു പറ്റാനുള്ള ശ്രമം പിൻവലിച്ചു. മുനമ്പത്ത് ഒതു ചെയ്യാവുന്നുള്ളൂ. വഖഫ് ബോർഡിന് ഒരൊറ്റ തീരുമാനം, മുനമ്പത്തെ ഭൂമിയിൽ ഞങ്ങൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞാൽ മതി. കാരണം ഇവിടെ യോഗിയില്ലല്ലോ, അല്ലേ? ഇവിടെ യോഗിയില്ല. ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ഭോഗികളാണ്. കാരണം സുഖക്ഷേമങ്ങളിൽ ഇങ്ങനെ ഭോഗാസക്തരായി നടക്കുന്ന അധികാരത്തിലും സമ്പത്തിലും പ്രശസ്തിയിലും വോട്ട് ബാങ്കിലും ഭോഗികളായിട്ടുള്ള ആളുകളാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അതാണ് ഇപ്പോൾ യോഗിയുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ എന്തുകൊണ്ടാണ് വാസ് എന്ന് പ്രയോഗിച്ചതെന്ന് ഒരു സംശയം എനിക്കുണ്ട്. അതിൻ്റെ റിസൾട്ട് വരുമായിരിക്കാം. ഏതായാലും അതിൻ്റെ കൂടെ യോഗി ആദിത്യനാഥ് ഒറ്റ വരി കൂടി പറഞ്ഞതായി ആജ്തക്കിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നു. അതിങ്ങനെയാണ്: വഖഫിൻ്റെ മുഴുവൻ ഭൂമിയും അളന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിക്കഴിഞ്ഞു. അതായത് കേരളത്തിൽ വഖഫ് നാട്ടുകാരുടെ ഭൂമി അളക്കുന്നു, യു പിയിൽ സർക്കാർ വഖഫിൻ്റെ ഭൂമി അളക്കുന്നു. ഇതാണ് വ്യത്യാസം. ഏതായാലും യോഗിയെപ്പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെ താഴെ ഒരുപാട് പേർ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. യോഗിയെ ഒരിക്കലും കേരളത്തിന് മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. കേരളത്തിൽ അതുപോലൊരു മുഖ്യമന്ത്രി ഉണ്ടാവത്തുമില്ല. കാരണം കേരളത്തിൽ നേരത്തെ യോഗി പറഞ്ഞ പോലെ വോട്ട് ബാങ്കിന് വേണ്ടി യോഗി അതും പറഞ്ഞു. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. പക്ഷേ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇവരാരും വന്നില്ല എന്ന് പറയുന്ന പോലെ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇവരാരും യോഗിയെ പോലൊരു മുഖ്യമന്ത്രി ആവില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ യോഗിമാരുണ്ടാവും. കാരണം എന്താണെന്നറിയാമോ? ഒരുപാട് സംസ്ഥാനങ്ങൾ, 1 ഡസനിലേറെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP ആണ്. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കി മുഖ്യമന്ത്രിമാർ അത് കോപ്പിയടിക്കാനെങ്കിലും ശ്രമിക്കും. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് കുറേ മാറ്റം ഉണ്ടാവും. ഓർമ്മയില്ലേ? യു പിയിലാണ് എന്ത് തുടങ്ങിയത്? ബുൾഡോസർ രാജ് തുടങ്ങിയത്. അത് ബാക്കി BJP സംസ്ഥാനങ്ങളിലും വളരെ പെട്ടെന്ന് ബുൾഡോസർ പ്രയോഗം വ്യാപിച്ചു. അതുപോലെ യോഗി ഇങ്ങനെയൊക്കെ വഖഫിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഒരു സംശയം വേണ്ട, ഇന്ത്യയിലെ 15ഓളം സംസ്ഥാനങ്ങളിൽ അങ്ങനെ സംഭവിക്കും. അവിടെ വഖഫിൻ്റെ ഭീഷണിയില്ലാതെ ജനങ്ങൾക്ക് കിടന്നുറങ്ങാം. അപ്പോഴും മുനമ്പത്തുകാർക്ക് കടലിനെ മാത്രമല്ല, കടലിനേക്കാളും നിർദ്ദയമായി പെരുമാറുന്ന വഖഫിനെ പേടിച്ച് വിറച്ച് സ്വപ്നം കണ്ട് ഉറങ്ങാതെ കഴിയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.